എനിക്കൊരു സങ്കടം വന്നാൽ ഞാൻ കരയും. നിങ്ങൾക്കൊരു സങ്കടം വന്നാലും നിങ്ങൾ കരയും. അങ്ങനെ നമ്മൾ കരയുമ്പോൾ ആ കണ്ണീര് വെറും ഒരു തുള്ളി വെള്ളം മാത്രമാണ്. പക്ഷേ മറ്റൊരാളുടെ സങ്കടം കണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞാൽ അത് പുണ്യകർമ്മമാണ്. അത്തരമൊരു കരുണയിലേക്ക്, ദുർബലരായ മനുഷ്യരിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും മനോഹരമായ അടയാളമാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു പഴയ കഥ ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ ഉണ്ട്. 9 എന്ന സംഖ്യ 8 എന്ന സംഖ്യയെ അടിച്ചു. അപ്പോൾ 8 ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ അടിച്ചത്? അപ്പോൾ 9 പറയുന്നത്, ഞാൻ നിന്നേക്കാൾ വലിയവനായതുകൊണ്ട്, നീ എന്നേക്കാൾ ചെറിയവനായതുകൊണ്ട്. ആണോ? എന്നാൽ ഞാനും അടിക്കും. ആരെ? 7-നെ, 7 6-നെ, 6 5-നെ, 5 4-നെ, 4 3-നെ, 3 2-നെ, 2 1-നെ അടിച്ചു. ഒന്നിങ്ങനെ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല. അവിടെ ഒരു പാവം 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ 0-ത്തെ അടിക്കാൻ തോന്നിയില്ല, ഒരു പാവം. അപ്പോൾ ഒന്ന് ചെയ്യുന്നത് 0-ത്തെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. 0 ഇങ്ങനെ മടിച്ച് മടിച്ച് 1-ൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് നിന്നപ്പോൾ ആ കാഴ്ച കണ്ട് ലോകം 2 ആളുകളെയും വിളിച്ചത് 10 എന്നായിരുന്നു. തന്നേക്കാൾ ദുർബലരായ മനുഷ്യരിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ മനുഷ്യർക്ക് മാത്രമല്ല എന്തെങ്കിലും സംഭവിക്കുന്നത്, നമ്മൾക്കും ചിലത് സംഭവിക്കുന്നുണ്ട്. രോഗികളെ പോയിട്ട് സന്ദർശിക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണ്, അല്ലേ? രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണ്. പക്ഷേ രോഗിയെ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ പോയത് രോഗിക്ക് വേണ്ടി ആയിരുന്നില്ല, നമ്മൾക്ക് വേണ്ടിയായിരുന്നു. രോഗിക്ക് വേണ്ടി ആയിരുന്നില്ലല്ലോ ഞാൻ പോയത് എന്നും, അതെനിക്ക് ചിലത് തിരിച്ചറിയാനായിരുന്നല്ലോ എന്നും നമുക്ക് മനസ്സിലാകുന്ന നിമിഷമാണത്. സാധാരണ ഇങ്ങനെ സന്ദർശിക്കുക എന്നുള്ളതിന് അറബിയിൽ പറയുന്ന വാക്ക് സിയാറത്ത് എന്നാണ്. സിയാറത്ത്. അമേരിക്ക കാണാൻ പോവാ, മൈസൂർ കാണാൻ പോവാ, കാശ്മീർ കാണാൻ പോവാ എന്നൊക്കെ ഉള്ളതിന് സിയാറത്ത് എന്നാണ് ഉപയോഗിക്കുക, അല്ലേ? സിയാറത്ത് എന്നത്. എന്നാൽ രോഗിയെ കാണാൻ പോവുക എന്നുള്ളതിന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്ക് സിയാറത്തല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? സിയാറത്ത് എന്ന് പറഞ്ഞതാണ് കൈകെട്ടി നിൽക്കല, അങ്ങനെ നമ്മൾ, അതാണ് സിയാറത്ത്. നമ്മളൊന്നും ചെയ്യണ്ട, കൈകെട്ടി നിന്നാൽ മതി. ആ വാക്കല്ല രോഗിയെ പോയിട്ട് സന്ദർശിക്കുക എന്നുള്ളതിന് പ്രവാചകൻ ഉപയോഗിച്ചത്. പിന്നെന്താ ഉപയോഗിച്ചതെന്നറിയോ? അഴിയാദത്ത് എന്നുള്ള അറബി വചനമാണ്. അഴിയാദത്ത് അറബി വാക്ക്. അഴിയാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പോയിട്ട് കാണലല്ല, പിന്നെയോ പോയിട്ട് ശുശ്രൂഷിക്കലാണ്. നമ്മൾ പാലിയേഷൻ എന്ന് പറയില്ലേ, പാലിയേഷൻ, അതാണ്. നല്ല തണുത്ത് വിറക്കുന്ന ഒരു രോഗിക്ക് ആ രോഗിയുടെ തണുപ്പ് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. കഴിയോ? തണുത്ത് വിറക്കുന്ന ഒരു രോഗിയുടെ തണുപ്പിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആ രോഗിക്ക് ഒരു പുതപ്പ് കൊടുക്കാൻ കഴിയും. അതാണ് പാലിയേഷൻ. പുതപ്പ് കൊടുക്കാൻ കഴിയും. അങ്ങനെ തണുത്ത് വിറക്കുന്ന, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വഴിമുട്ടി നിൽക്കുന്ന, രോഗം കൊണ്ടോ മറ്റ് പ്രതിസന്ധികൾ കൊണ്ടോ ജീവിതം ഇങ്ങനെ നിശ്ചലമായപ്പോൾ പോയല്ലോ എന്ന്
കരയുന്ന മനുഷ്യരിലേക്ക്, ഒരു പുതപ്പുമായി കടന്നു ചെല്ലുന്നവർക്ക് വിളിക്കുന്ന പേരാണ് PTH എന്ന് പറയുന്നത്. അവരതാണ് ചെയ്യുന്നത്. മദർ തെരേസയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. മദർ തെരേസയെ അറിയാലോ, അവർ ഇന്ത്യക്കാരിയല്ല, വേറൊരു രാജ്യത്ത് ജനിച്ച ആളാണ്. ഒരു ചെറിയ രാജ്യമാണ്. ആ രാജ്യം ആകെ അറിയപ്പെടുന്നത് 2 മനുഷ്യരിലൂടെയാണ്. ഒരാളൊരു നോവലിസ്റ്റാണ്, ഇസ്മയിൽ ഖാലിദ് എന്ന് പറയും. മറ്റൊരാളുണ്ടെങ്കിൽ അത് മദർ തെരേസയാണ്. അൽബേനിയ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. പക്ഷെ ആ മദർ തെരേസ ജീവിച്ചത് കൂടുതലും ആ നാട്ടിലായിരുന്നില്ല. പിന്നെയോ കൽക്കത്തയിലെ തെരുവിലെ കുഷ്ഠരോഗികളുടെ കൂടെയായിരുന്നു. എല്ലാവരാലും അകറ്റി നിർത്തപ്പെട്ട, എല്ലാവരും ഇങ്ങനെ അറപ്പോടുകൂടി നോക്കിക്കണ്ട മനുഷ്യരെ ചെന്ന് കെട്ടിപ്പിടിച്ച സ്ത്രീയാ, മഹദിയ. നമ്മുടെ മനസ്സിൽ എന്നും സുന്ദരിയാ ഒരു, അല്ലേ? ആ ചുളിഞ്ഞ ശരീരം നമ്മുടെ മനസ്സിലെന്നും സുന്ദരിയാ. ഐശ്വര്യ റായും സുസ്മിത സെന്നും ഒക്കെ 1-2 കൊല്ലമോ സുന്ദരിയായിട്ടുള്ളൂ, പിന്നെ അവരെ ആർക്കും വേണ്ട. പക്ഷെ മദർ തെരേസ മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കുന്നു. മദറിനോടൊരിക്കൽ ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് മദർ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കണേ? എന്താണ് നിങ്ങൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കണേ? വാട്ട് ഈസ് യുവർ മിഷൻ? അപ്പം മദർ അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. മദർ പറഞ്ഞത് ഇങ്ങനെയാ, മോനെ, ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവര് അധിക കാലം ജീവിക്കൂല, എനിക്കറിയാം. അവരധിക കാലമൊന്നും ഈ ലോകത്തുണ്ടാവില്ല. മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ മോനും അങ്ങനെ ചെയ്യൂ. അയാൾ കരഞ്ഞു. ആ ചോദ്യം ചോദിച്ച പത്രപ്രവർത്തകൻ കരഞ്ഞു. അയാൾ തന്നെ പറയാ, കാരണം അയാളുടെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിക്ക് അവളുടെ പഴയ പുഞ്ചിരി പോലും തിരിച്ചു കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അയാൾ കാരണം അവളുടെ പുഞ്ചിരി പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാളുടെ ജീവിതാകം മാറി മറിഞ്ഞു എന്നാണ് മദറിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട്. ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുത്ത പേരെന്താണെന്നറിയോ? മദറിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിന് കൊടുത്തൊരു പേരുണ്ട്. PTH ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ പുറത്ത് എഴുതി വെക്കാവുന്ന പേരാണത്. നിങ്ങളൊരു പാവപ്പെട്ട രോഗിയുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ അയാൾക്ക് കൊടുക്കാവുന്ന ഒരു മറുപടിയാണ് ഈ പേര്. ഇപ്പം നമ്മളിവിടെ വന്നിരിക്കല്ലേ, അല്ലേ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റിവെച്ച് നമ്മളിവിടെ വന്നിരിക്കല്ലേ. ഈ വന്നിരിക്കുന്നതിന് കൊടുക്കാവുന്ന ഒരു പേര്, അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. എന്താ പേരെന്നറിയോ? സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. പടച്ചോന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച്. പടച്ചോന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച്. ഒരു ദിവസം 24 മണിക്കൂറില്ലേ? ആ 24 മണിക്കൂറിൽ നിന്ന് കുറച്ച് പടച്ചോന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും. 70, 80, 60 കൊല്ലം ജീവിച്ചൊരു മനുഷ്യൻ ആ ആയുസ്സിൽ നിന്ന് കുറച്ച് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. അതിനാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത്. ആക്ച്വലി എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ സക്കാത്ത്, പേരുകൾ വേറെ എന്നുള്ളൂ. 2.5% കൊടുക്കണം എന്നാണ് പഠിച്ചോൻ പറയണത്. അപ്പം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് 2.5% നമ്മുടേതല്ല, അത് നമുക്ക് ഹറാമാണ്, ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, പക്ഷേ എൻ്റെ സമ്പത്തിൻ്റെ 2.5% എനിക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. ആ 2.5% ഞാൻ കൊടുത്താൽ അത് മാത്രമേ പോവുള്ളൂ. അത് കൊടുത്തിട്ടില്ലെങ്കിലോ മുഴുവനും പോയി.
നമ്മുടെ കയ്യിലൊരു കക്കരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് ഉണ്ടെങ്കിൽ ആ ക്യാരറ്റ് നമ്മൾ 10 കഷ്ണമാക്കിയിട്ട് മുറിക്കുക. ആ 10 കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുക. ആ ഒരു കഷ്ണത്തെ 4 കഷ്ണമാക്കിയിട്ട് മാറ്റുക. ആ 4 കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എത്ര ചെറുതായിരിക്കും? ഇത്രയും വലിയ ക്യാരറ്റിൽ നിന്ന് 10-1 4-1 എത്ര കുറച്ചായിരിക്കും? അതാണ് 2.5%. അത് മറ്റുള്ളവരുടേതാ. പക്ഷേ ഇത് പൈസക്ക് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ കയ്യിലും പൈസ ഇല്ലല്ലോ. പക്ഷെ എല്ലാവർക്കും സക്കാത്തുണ്ട്. കാരണം പൈസക്ക് മാത്രമല്ല സക്കാത്തുള്ളത്. സാങ്കേതികമായി സക്കാത്ത് എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഈ ഷെയറിംഗ് ഇല്ലേ, പങ്കുവെക്കലില്ലേ, കുറച്ച് മറ്റുള്ളവർക്ക് കൊടുക്കലില്ലേ, അത് സമ്പത്തിന് മാത്രമല്ല, എല്ലാത്തിനുമുണ്ട്. നമ്മുടെ ആരോഗ്യത്തിനുണ്ട്, നമ്മുടെ സമയത്തിനുണ്ട്, നമ്മുടെ എനർജിക്കുണ്ട്, നമ്മുടെ യൗവനത്തിനുണ്ട്. യൗവനത്തിന് സക്കാത്തുണ്ട്, സമയത്തിന് സക്കാത്തുണ്ട്, ശരീരത്തിന് സക്കാത്തുണ്ട്, കണ്ണിന് സക്കാത്തുണ്ട്, കാലിന് സക്കാത്തുണ്ട്, കയ്യിന് സക്കാത്തുണ്ട്, നാവിന് സക്കാത്തുണ്ട്. നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്ത ഒരാളെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുമ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ സക്കാത്താണ്. എൻ്റെ കൈ ഇങ്ങനെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക്. എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കൈയിനെ അനക്കാൻ പറ്റുന്നുണ്ട്. ഇത് പറ്റാത്ത 10,000-കണക്കിന് മനുഷ്യരുണ്ട്. അതിലേതെങ്കിലും ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ ഈ കൈയില്ലേ, എൻ്റെ ഈ കൈ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കൈയിൻ്റെ സക്കാത്താണ്. കണ്ണ് കാണാൻ കഴിയാത്ത ഒരാൾ നടന്നു പോകാൻ കഴിയാതെ ഒരു വഴിവക്കിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കുമ്പോൾ അയാളുടെ തോളിൽ പിടിച്ച്, കയ്യിൽ പിടിച്ചല്ല, അയാളുടെ തോളിൽ പിടിച്ച്. കയ്യിൽ പിടിക്കുമ്പോൾ ഒരു സഹായമാണ്, തോളിൽ പിടിക്കുമ്പോൾ സൗഹൃദമാണ്. അതാണ് വ്യത്യാസം. തോളിൽ പിടിച്ചിട്ട് അയാളെ ഇങ്ങനെ നടക്കാൻ സഹായിക്കുമ്പോൾ ഞാൻ എൻ്റെ സക്കാത്താണ് കൊടുക്കണത്. ഇതാ ഇത്രയേറെ മനുഷ്യരിവിടെ ഈ മുറ്റത്ത് തടിച്ചുകൂടിയിരിക്കണു. ഇതെന്താണ്? നമ്മുടെ സമയത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ എനർജിയുടെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും സക്കാത്ത് കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലും പശ്ചാത്തലത്തിലുമൊക്കെ മക്കളെ സന്യാസത്തിലേക്ക് വിടുന്ന ഒരു കൾച്ചറുണ്ടല്ലോ. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നേർച്ചയാക്കും, എനിക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ സന്യാസിയാക്കും എന്ന്. അങ്ങനെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ സന്യാസത്തിലേക്കുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ വളർന്ന് കൗമാരപ്രായം എത്തുമ്പോൾ, ടീനേജിലെത്തുമ്പോൾ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് ഉപനയനം എന്നാ പറയാ. ഉപനയനം. ആ ചടങ്ങിൻ്റെ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനില്ലേ, അച്ഛൻ്റെ സമ്പത്ത് മുഴുവനും ദാനം ചെയ്യണം. മുഴുവനല്ല, ഒരു വലിയ ഭാഗവും ദാനം ചെയ്യണം. ഏറ്റവും വലിയ ദാനമാണ് ചെയ്തത്. കുട്ടി പോയി അല്ലേ? കുട്ടിയെ മാത്രമല്ല സമ്പത്തും ദാനം ചെയ്യണം. അങ്ങനെ സമ്പത്തും ദാനം ചെയ്ത് മകനെയും ദാനം ചെയ്ത് നിൽക്കുന്ന അച്ഛനില്ലേ, ആ അച്ഛന് ആ നിമിഷം മുതൽ കിട്ടുന്ന ഒരു സ്ഥാനപ്പേരുണ്ട്, ഒരു അപരനാമമുണ്ട്, ഒരു സ്ഥാനപ്പേരുണ്ട്. എന്താണ് ആ സ്ഥാനപ്പേര് എന്നറിയോ? വിശ്വജിത്ത് എന്നാണ്. വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ വിശ്വം മുഴുവനും ജയിച്ചടക്കിയ ആള് എന്നാണ്. വിശ്വം ജിത്ത്, ലോകം മുഴുവനും നേടിയ ആള് എന്ന് ആരെക്കുറിച്ചാണ് പറയണമെന്നറിയോ? എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ച്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ചല്ല, എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ച്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ചല്ല, എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ച്. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തുമ്പോൾ
ഒരാൾ മറ്റൊരാളുടെ ഉള്ളിൽ ജീവിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും മനസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ, അങ്ങനെ അല്ലാത്ത കുറച്ച് മനുഷ്യർ ലോകത്തുണ്ടാവും. ആ ബാനറിൽ 3 മനുഷ്യന്മാരുടെ ഫോട്ടോ കാണുന്നില്ലേ? അവരവരുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും മനസ്സിൽ മാത്രം ബാക്കിയായവരല്ല. അതെന്തുകൊണ്ടാണ്? വർഷങ്ങൾക്കിപ്പുറത്ത്, അല്ല, 1/2 നൂറ്റാണ്ടിലേറെ കാലമായി അതിലൊരാൾ ഈ ലോകത്തുനിന്ന് പോയിട്ട് ഇപ്പോഴും മനുഷ്യരാ നാമം സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, ആ പേര് പറഞ്ഞുകൊണ്ടിരിക്കണോ? അവർ മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ ബാക്കിയായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒറ്റ കാരണമേ ഉള്ളൂ, അവർ ചിലത് നഷ്ടപ്പെടുത്താൻ തയ്യാറായി എന്നത് മാത്രം. പടച്ചോൻ പറയുന്നുണ്ട്, ഒരാൾ വേറൊരാളെ അന്യായമായി വധിച്ചാൽ, ഒരാൾ വേറൊരാളെ കൊന്നാൽ, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. കേട്ടിട്ടില്ലേ അത്? ഒരാൾ വേറൊരാളെ അന്യായമായി വധിച്ചാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വധിച്ചതുപോലെയാണ്, കൊന്നതുപോലെയാണ്. പക്ഷെ അതിൻ്റെ തൊട്ട് ശേഷം വേറൊരു കാര്യം പറയുന്നുണ്ട്. ഒരാൾ വേറൊരാളെ കൊന്നാൽ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതുപോലെയാണ്. നമുക്ക് മനസ്സിലായി, വ്യക്തമാണത്. പക്ഷെ പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ആരെങ്കിലും വേറൊരാൾക്ക് ജീവൻ കൊടുത്താൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ കൊടുത്തതുപോലെയാണ്. നമുക്ക് കഴിയോ? ജീവൻ കൊടുക്കാൻ കഴിയോ? കൊടുക്കാൻ കഴിയില്ല. പിന്നെ എന്താണ് ഈ പറയണമെന്നറിയോ? അത് മനുഷ്യരുടെ കണ്ണീരിങ്ങനെ തുടച്ചു കൊടുക്കലാണ്. ഒരു മനുഷ്യനെങ്കിലും ഇങ്ങനെ ജീവിക്കാനുള്ള പ്രേരണയും കാത്തിരിക്കാനുള്ള കാരണവുമായി നമ്മൾ മാറലാണത്. ശരിക്കും പറഞ്ഞത്, ആന്റോണി ഡി മെല്ലോ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിൻ്റെ പേര് പ്രയർ ഓഫ് ദ ഫ്രോഗ് എന്നാണ്. പ്രയർ ഓഫ് ദ ഫ്രോഗ്. ആ പുസ്തകത്തിൽ അദ്ദേഹം 2 ചങ്ങാതിമാരുടെ കഥ പറയുന്നുണ്ട്. ഒരാൾ യുദ്ധത്തിന് പോയതാണ്. യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വരുന്നില്ല. യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, അയാൾ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ അയാൾ മരിച്ചിട്ടുണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടും ആ ചങ്ങാതിക്ക് മാത്രം അത് വിശ്വാസം വരുന്നില്ല. അങ്ങനെ അയാൾ യുദ്ധത്തിന് പോയ ചങ്ങാതിയെ തെരഞ്ഞു പോവുക. തെരഞ്ഞു പോയിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ അയാൾ മരിച്ചിട്ടുണ്ട്. അവൻ്റെ ഡെഡ് ബോഡി ആയിട്ടാണ് വരുന്നത്, മരിച്ച ആളുടെ മയ്യത്തുമായിട്ടാണ് വരുന്നത്. അപ്പം എല്ലാവരും മൂപ്പരോട് പറഞ്ഞടാ, ഞങ്ങൾ എന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ, അവൻ മരിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ, നീ വെറുതെ ആയില്ലേ പോയത്, നീ പോയത് വെറുതെ ആയില്ലേ എന്ന് ചോദിക്കുക. അപ്പം അവൻ പറയാ, വെറുതെ ആയില്ല, ഞാൻ ചെല്ലുന്ന സമയത്ത് അവന് ജീവൻ ഉണ്ടായിരുന്നു. പാതിയടഞ്ഞ കണ്ണിൽ അവൻ എന്നെ കണ്ടു. എന്നെ കണ്ടപ്പോൾ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. എനിക്ക് ആ വാക്ക് മതി, ഇനിയുള്ള ആയുസ് മുഴുവനും നിലനിൽക്കാൻ എനിക്ക് ആ വാക്ക് മതി. എന്താ പറഞ്ഞത്? എനിക്കറിയാമായിരുന്നു നീ ഇവിടെ വരുമെന്ന്. അതാണ്. 800 കോടി മനുഷ്യന്മാർ ലോകത്തുണ്ട്. ആ 800 കോടി മനുഷ്യരിൽ നിന്നൊരാൾ എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആയുസ്സിലൊരിക്കലെങ്കിലും, ആയുസ്സിലെ ഈ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ ആയുസ് മീനിങ് ഫുൾ ആയി എന്നാണ്, അർത്ഥവത്തായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾക്ക് കാത്തിരിക്കാൻ നമ്മളൊരു കാരണമാവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലല്ലോ. മനുഷ്യർക്ക് കാത്തിരിക്കാൻ ഒരു കാരണമാവുക. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ 10 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഞാൻ ആദ്യമായി ഉംറ ചെയ്യുന്നത്. അപ്പോൾ ഉംറ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാനാണല്ലോ പോണേ. അപ്പോൾ കഅബയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, മക്കയിൽ കഅബയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ കൈ വെച്ച് നെഞ്ച് കഅബയിലേക്ക് ഇങ്ങനെ ചാരി വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നാണ്. അങ്ങനൊരു നബിവചനമുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ?
കാബയുടെ വാതിലിനും ഹജറുൽ അസ്വദിനും ഇടയിലുള്ള ഒരു ചെറിയ സ്പേസാണ്, ചെറുതാ, പക്ഷെ കിട്ടൂല. അത്രയും തിരക്ക് പിടിച്ച സ്ഥലമാണ്. ഞങ്ങൾ പോയതാണെങ്കിൽ നോമ്പിന് ഉള്ള, അപ്പോൾ തിരക്ക് കൂടുതലാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ രണ്ടാളും ഒരു ദിവസം അതിനു വേണ്ടി ഇറങ്ങി. ഞങ്ങൾക്ക് കിട്ടി, കുറച്ച് സമയം കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടാളുകളും ആ പറഞ്ഞ പോലെ കൈ അതിലേക്ക് ഇങ്ങനെ വെച്ച് നെഞ്ച് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോരുമ്പോൾ, റൂമിലേക്ക് തിരിച്ചു പോരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഇതെന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. അത്രയും പ്രഷ്യസായ വില കൂടിയ സ്ഥലമല്ലേ, ആയുസ്സിലെ ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താണ് പ്രാർത്ഥിച്ചത്? അപ്പം എൻ്റെ ആ ചങ്ങാതി മക്കയിൽ വെച്ച് ആ പാതിരാത്രിയിൽ റൂമിലേക്ക് നടന്നു പോകുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഈ ജീവിതത്തിൽ മറന്നു പോകില്ല. അവൻ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് 3 ആൺകുട്ടികളാണ്. ഞാൻ പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ചവനെ എൻ്റെ 3 കുട്ടികളെയും സമൂഹത്തിന് ഉപകാരമുള്ള മക്കളാക്കണമേ. എനിക്കല്ല, എൻ്റെ കുട്ടികളെ ആളുകൾ കാത്തിരിക്കണം. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ എൻ്റെ മക്കളുടെ അടുത്തേക്ക് ഓടി വരണം. പഠിച്ചവനെ നീ തന്ന എൻ്റെ കുഞ്ഞുങ്ങളെ സമൂഹത്തിന് ഉപകാരമുള്ളവരാക്കണമേ. താങ്ക് യു.